ഹലോ. ഇന്നൊരു ശനിയാഴ്ച ആയിട്ട് എൻ്റെ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് വരുന്ന ലെറ്റേഴ്സൊക്കെ ഡോറിൻ്റെയും ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മളങ്ങനെ എടുത്തിട്ട് ലെറ്റേഴ്സ് വയ്ക്കുന്നൊരു സ്പോട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ട് വയ്ക്കും. അപ്പോൾ ഇതൊരു ശനിയാഴ്ച ആയിട്ട് എന്ത് വിശേഷമെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഷൂസ് മേടിച്ചായിരുന്നു ടെക്കാത്തോളിന്. അതിൽ ചെറിയ ഒരു പ്രശ്നം, അപ്പോൾ അതൊന്ന് മാറ്റി വാങ്ങിച്ചിട്ട് വരണം. ഇന്ന് ഇപ്പോൾ ഏകദേശം മണി 3 സമയം 3 മണി, കൃത്യം 3 മണി. കുറച്ച് നല്ല ഇളം വെയിലൊക്കെ ഉണ്ട്, എന്നെ കണ്ടോ. രാവിലെ കുറച്ച് മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു, പക്ഷേ ഇപ്പം ഉച്ച തിരിഞ്ഞിട്ട് കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ പോകുന്നത് ഡെക്കാത്തലോണിൽ നിന്ന് ഷൂസ് മാറ്റി വാങ്ങിക്കണം. തിരിച്ച് വീട്ടിൽ വരണം. തിരിച്ച് വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം ചെറിയൊരു ഡിന്നറുണ്ട്, ഒരു ക്രിസ്മസ് ഡിന്നറുണ്ട്. ക്രിസ്മസ് അടുത്ത മാസമാണ്, പക്ഷേ നമുക്ക് നേരത്തെയാണ് പാർട്ടി. അപ്പം വൈകുന്നേരം ക്രിസ്മസ് ഡിന്നറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ എങ്ങനെ പോകും എന്ന് കണ്ടറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ബസ് അവിടെ ട്രാഫിക് സിഗ്നലിൽ പെട്ട് കിടക്കുക. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ബസ് വരുന്ന സമയമൊക്കെ കാണിക്കുന്നുണ്ടോ? ബസ് എത്തി. അങ്ങനെ കയറി ഇവിടെ ഓൾ ഡേ റൈഡ് എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് ഉണ്ട്. ഇതാണ് ടിക്കറ്റ്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദിവസം മൊത്തം ഇവിടെ ഇന്നർ റെഡിങ്ങിൽ അൺലിമിറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാം. ഇന്ന് വൈകുന്നേരം വീണ്ടും സിറ്റി സെൻറ്ററിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഓൾ ഡേ റൈഡ് എടുത്താൽ ബർത്തായിരിക്കും. ഞാൻ ബസ്സിൻ്റെ ടോപ്പ് ടിയറിലാണ് ഇരിക്കുന്നത്. ടോപ്പ് ടിയറിൽ നിന്നുള്ള റെഡിങ്ങിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ ഏത് സ്റ്റോപ്പാണെന്നുള്ളത് കാണിക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റോപ്പിൻ്റെ പേരാണ് ഈ കാണിക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയാണ്. മേഘാവൃതമായിരുന്നു ഉച്ചയ്ക്ക് മുമ്പ്. ഈ വലതുവശത്ത് കണ്ടത് ഒരു ബാർ റെസ്റ്റോറൻറ്റും ഒരു പിസ്സ ഷോപ്പുമാണ്. നമ്മൾ സെൻട്രൽ ലൈറ്റിങ്ങിൽ നമ്മൾ സെൻറ്റ് മേരീസ് ബേർഡ് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലെത്തി. റെഡിങ്ങിൽ ഇതിവിടുത്തെ ഒരു ഹൈ സ്ട്രീറ്റാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റൈലിൻ ബസ്സല്ലേ. അടുത്ത ബസ്സിന് കുറേ നേരം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഒന്ന് ഈ ഹൈ സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ട് നടന്ന് ഇവിടുത്തെ കാഴ്ചയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചു. നല്ലൊരു ഫോട്ടോ ഫ്രെയിമും പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ അവരിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിൻ്റെ ക്രിസ്മസ് ട്രീ റെസ്റ്റോറൻറ്റിൻ്റെ സെറ്റപ്പാണ്. sugar, sugar,
നല്ല രസമായിരിക്കും. ഇന്ന് രാത്രി വന്ന് ഷൂട്ടിനാണ്. ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ഇരുന്ന് പെർഫോം ചെയ്യുന്നു. Gradually losing total circulation in your fingers. Is it cold or is it? എൻജോയ് ചെയ്ത് ആൾക്കാർ നിൽക്കുന്നുണ്ട്. സാൻഡ്വിച്ച് ഐറ്റംസ് ഒക്കെ. ഇവിടെ ഒരു മോളുണ്ട്, ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡാണ് കാണുന്നത്. വൈകുന്നേരം ഇറങ്ങിയപ്പോൾ ഇങ്ങനെ, ഇപ്പം രാത്രി വന്ന പറ്റുമെങ്കിൽ രാത്രി വന്ന് ഒന്നുകൂടി ഷൂട്ട് ചെയ്യും. നമ്മൾ വന്ന ബസ്സിൽ നിന്ന് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടുത്തെ ബസ്സെല്ലാം കളർഫുള്ളാണ്. ഓറഞ്ച് കളറ്, ഇതേ തൊട്ട് പുറകെ പർപ്പിൾ കളറ്. ഇതിവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തൊരു ബേസ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നടക്കണം. ഒരു 8 മിനിറ്റ് നടന്നു പോകാനുള്ള ദൂരമുണ്ട് ഡെക്കാത്തമ്പട്ട്. ഞാൻ നടക്കും. വൈകുന്നേരമല്ലേ, ഒരു ചെറിയ നടത്തമാവും. അങ്ങനെ ഒരു 5-6 മിനിറ്റ് നടന്ന് നമ്മൾ ഡെക്കാത്തലോണിനടുത്തെത്തി. ഇത് ഡെക്കാത്തലോൺ. ചെന്നിട്ട് ഷൂസ് ഒന്ന് മാറ്റി വാങ്ങി. Yes. Because it could also just be that the insoles needs to be what's the English? You know how the shoes need to adjust and the soles need to come. So this time I'm feeling that problem in my left little bit. Not that much. Very little. I think perhaps it might be the shape of your foot because these are designed very generically. Yeah. And people have like different foot shape. So Yes. sometimes you might find that what is generic will fit a lot of shoes, but then you find that one shoe that is just designed a bit different. So it could be that is one. പേരാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. അപ്പോൾ അതിലെ പ്രശ്നം എനിക്കിത് ഇട്ട് നിൽക്കുമ്പോൾ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് എൻ്റെ മീഡിയൽ ആർച്ചിൽ ടച്ച് ചെയ്യുന്നതായിട്ട് തോന്നും. എന്നാൽ ലെഫ്റ്റ് നല്ലൊരു പ്രശ്നമില്ല. അങ്ങനെ ഞാൻ വേറൊരു പുതിയ പേരെടുത്ത് നോക്കി. നോക്കിയപ്പോൾ റൈറ്റിലും അത് ചെറുതായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാൽ ലെഫ്റ്റിലും എനിക്കത് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിങ്ങനെ ഇത് എടുക്കണ്ട എന്ന് വിചാരിച്ചു. പിന്നെ അവർ പറയുന്നത് എൻ്റെ ഈ പോർഷൻ കുറച്ച് നമ്മുടെ ടാലസൊക്കെ വരുന്ന പോർഷൻ കുറച്ച് തള്ളി നിൽക്കുന്നത് കൊണ്ട് ആയിരിക്കാം എന്നും പറയുന്നു. എൻ്റെ അനാറ്റമിക്കലി പ്രോബ്ലം കൊണ്ടാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ മറ്റൊരു ഷൂ എനിക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂ ബാലൻസിൻ്റെ റിബൽ V4 ആണ്. എന്നാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കിപ്രൺ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഈ ഡെക്കാത്തലോൺകാരുടെ തന്നെ ഓൺ ബ്രാൻഡാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രൈസും കുറവാണ്, 20 പൗണ്ടോളം കുറവാണ് അഡിദാസ് SL Pro ആയിട്ട്. പക്ഷേ ഡിഫറൻസും അതൊന്ന് ഫീൽ ചെയ്യാം. ഞാൻ പിന്നെ ഇതിനിടയ്ക്കൊരു ബാലൻസ് ട്രൈ ചെയ്തു. ഇത് പക്ഷേ സൂപ്പറാണ് കേട്ടോ. നല്ല ഫീലാണ്, കംഫർട്ടാണ്. പക്ഷേ പ്രൈസ് കൂടുതലാണ്. ഇത് 139 ആണ്. അപ്പോൾ ഞാനൊരു 30 പൗണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും.
ഇതൊരെണ്ണം കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. തണുപ്പത്ത് പുറത്ത് ഔട്ട്ഡോർ ഓടാൻ പോകുമ്പോഴത്തേക്കും ബെറ്റർ ആയിരിക്കും. ഷൂസിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാവേ എന്ത് പറ്റിയെന്ന്. ഷൂസ് ഒന്ന് മാറ്റി വാങ്ങിക്കാൻ വന്ന ഞാനാണ്. ഷൂസ് മാറ്റി വാങ്ങിച്ചില്ല, അല്ലാതെയുള്ള വർക്കൗട്ട് ചെയ്യാനും ബാക്കിയിട്ടുള്ള ടീഷർട്ടും റണ്ണിങ് പാൻറ്റൊക്കെ എടുത്ത്. വിട്ടും വിളിച്ചോട്ടോ. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ ശരിക്കും എൻ്റെ അഡിദാസ് ഇവോ SL അത് ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച മേടിച്ചാണ്. അപ്പോൾ ഞാൻ റൺ ചെയ്തപ്പോൾ എൻ്റെ മീഡിയൽ റൈറ്റ് സൈഡ് മീഡിയൽ ആർച്ചിൽ എനിക്കൊരു സ്പൈക്ക് പോലെ ഫീൽ ചെയ്യുന്നു. എനിക്ക് അല്ലെങ്കിൽ ആ മീഡിയൽ ആർച്ച് എനിക്ക് ഫീൽ ചെയ്യാം. എന്നാൽ ലെഫ്റ്റ് സൈഡ് ഒരു പ്രശ്നമില്ല, നല്ല കംഫർട്ടാണ് സ്റ്റാൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും റൺ ചെയ്യുമ്പോഴാണെങ്കിലും. പക്ഷേ റൈറ്റ് അങ്ങനെയല്ല, എനിക്ക് ആ ഒരു മീഡിയൽ ആർച്ച് എനിക്ക് ഫീൽ ചെയ്യാം, ഇങ്ങനെ സ്പൈക്ക് പോലെ ഫീൽ ചെയ്യാം. അത് മാറ്റി വാങ്ങിക്കാനായിട്ടാണ് ഞാൻ വന്നത് ഇന്ന് ശരിക്കും. പക്ഷേ ഞാൻ അതിനുശേഷം ന്യൂ ബാലൻസിൻ്റെ റിബൽ V4 ട്രൈ ചെയ്തു. അത് പക്ഷേ കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. പക്ഷേ പ്രൈസ് കൂടുതലാണ്, ഒരു 30 പൗണ്ട് കൂടുതൽ കൊടുക്കണം. പിന്നെ ഞാൻ കിക്ക് റൺ ട്രൈ ചെയ്തു. അവിടെ ഡെക്കാത്തലൻ്റെ നോൺ ബ്രാൻഡാണ്. പിന്നെ A6ൻ്റെ നോവ ബ്ലാസ്റ്റ് അല്ല, ഏത് ബ്ലാസ്റ്റ് ആയിരുന്നു, നോവ ബ്ലാസ്റ്റിന് തൊട്ട് മുമ്പുള്ളൊരു മോഡൽ ട്രൈ ചെയ്തു. 4-5 മോഡൽ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എനിക്കൊന്നിലും ഇവോ SL എനിക്ക് കിട്ടുന്നൊരു കംഫർട്ട്നെസ്, റൺ ചെയ്യുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും, നിന്നിട്ടാണല്ലോ നമ്മൾ ഓടുന്നത്, അപ്പോൾ റൺ ചെയ്യുമ്പോഴൊന്നും എനിക്ക് ആ കംഫർട്ട് കിട്ടില്ല. എൻ്റെ ലെഫ്റ്റ് സൈഡ് ഇവോ SL നല്ല സൂപ്പർ, എങ്ങനെ പറയാനായിട്ട് ഒരു ഡെയിലി റണ്ണിനൊക്കെ പറ്റിയത്. പക്ഷേ റൈറ്റ് സൈഡ് എനിക്ക് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുന്ന മിഡിൽ ബോർഡർ. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് എൻ്റെ ഫുഡിൻ്റെ കുറച്ച് അനാട്ടമിക് ആൻഡ് ബയോമെക്കാനിക്സ് കാരണം എനിക്ക് തോന്നുന്നതാണ്. ഞാൻ ട്രൈ ചെയ്ത ഇതിൽ ന്യൂ ബാലൻസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും എനിക്ക് സെയിം അത് ഫീൽ ചെയ്തു. സെയിം തന്നെയാണ്. ന്യൂ ബാലൻസ് അല്ലാതെ ബാക്കി എല്ലാത്തിലും എനിക്ക് ലെഫ്റ്റ് സൈഡിലും എനിക്കത് ഫീൽ ചെയ്തു. പക്ഷേ എനിക്ക് അഡിദാസ് ഇവോ SL എനിക്കത് തോന്നിയില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതെൻ്റെ തന്നെ റൈറ്റ് ഫുഡിൻ്റെ ചെറിയൊരു അനാട്ടമിക്കൽ ആൻഡ് ബയോമെക്കാനിക്കൽ കറക്ഷൻ കൊണ്ട് എനിക്ക് തോന്നുന്നതാണ്. പിന്നെ ഇതുവരെ ട്രൈ ചെയ്തതിൽ എനിക്ക് ഇവോ SL തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ മാറ്റി വാങ്ങിക്കുന്നതിന് പകരം ഞാൻ പിന്നെ വേറെ കുറച്ച് ജോഗിങ് എന്താ പറയുന്ന ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങി. ഇപ്പോൾ തന്നെ സമയം 5 മണിയായി. ഞാൻ 2 മണിക്കോ 3 മണിക്കൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ, 5 മണിയായി. ഇനി തിരിച്ചെത്തിയിട്ട് 7 മണിക്ക് ക്രിസ്മസ് ഡിന്നർ കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി കാഴ്ച ക്രിസ്മസ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്.